ഐസി. അച്ഛാ അച്ഛാ കാലൻ കാലൻ കാലനോ? എന്താ ഈ കാടും പടലൊക്കെ വെട്ടി കളയണം കേട്ട. എന്താ അച്ഛന് പറ്റിയത്? ബാലു ബാലു ജോത്സ്യനെ കണ്ടോ? ആ കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. ഇല്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ബാലു ദേ ഇങ്ങോട്ട് നോക്കേ. എന്താന്ന് പറ. നിങ്ങളിവിടെ അടുക്കളയിൽ പറഞ്ഞത് ഞാൻ കേട്ട്. ആദ്യമൊന്നും ഞാൻ വിശ്വസിച്ചില്ല. അവൻ്റെ കാര്യമല്ലേ, അവ ഉള്ളതാണോ സത്യമാണെന്ന് പറയണമെന്ന് ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. ഞാൻ അതുകൊണ്ട് ജാതകം കൊണ്ട് ജോത്സ്യൻ്റെ അടുത്ത് പോയി. അപ്പം ജോത്സ്യൻ പറഞ്ഞ് സമയം മോശമാണ്, സൂക്ഷിക്കാൻ പറഞ്ഞു. നമ്മളെ കേശുവിന് പൈസ എത്രയായി? 8. ശിവയ്ക്ക 6. പിള്ളേര് വളർന്നുമില്ലല്ലേ. കാര്യം ചെയ്യാം, നിന്നെയും മക്കളെയൊക്കെ കുട്ടൂനെ ഏൽപ്പിക്കാം. അവൻ നോക്കിക്കോളൂ. അവനെന്തെങ്കിലും നോക്കണേ. അതെ നീലു, നീ വേറെ കേട്ടുവോ? കളിക്കല്ലേ ബാലു, ചുമ്മാ മനുഷ്യ അല്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിച്ചിരിക്കുക. ബാലു വാ, വന്ന് വല്ലതും കഴിക്കേ. എനിക്കൊന്നും വേണ്ട. കഴിക്കാതെ വെറുതെ എന്തിനാ ശരീരം നശിപ്പിക്കുന്നേ? ശരീരം നശിപ്പിക്കാനാ? ഇനിയാ കത്തിച്ചാമ്പലാവുള്ളത്. നീലു, നമ്മളെ വെഡിങ് ആനിവേഴ്സറി എന്നാ? അതിന് അടുത്ത വർഷമല്ലേ ഉള്ളൂ. കാണൂല കാണൂല. നീലു, എനിക്ക് എന്റെ പേരിൽ രാഘവമാമ എഴുതുന്ന വസ്തുവില്ലേ, നീ അത് കുട്ടൂന്റെ പേരിൽ എഴുതിക്കൊടു. അവയല്ലേ ഇനി നിന്നെ പിള്ളേരൊക്കെ നോക്കാൻ. ഞാനായിട്ട് അവരൊന്നും ചെയ്തില്ലെന്ന് വേണ്ടല്ലേ. പിന്നൊരു കാര്യം. എന്താ? അവര് എന്റെ അനിയത്തിയ. അത് വേണ്ട, എന്റെ പഴയ ഉടുപ്പും പാൻറ്റൊക്കെ എടുത്ത് അവർ കൊടു. അവൻ എപ്പോഴും ഇവിടെ ഉണ്ടാകണം. ബാലു ബാലു ഒന്നുമില്ല. ബാലു ഒന്നുമില്ല, ഒന്നുമില്ല, നിനക്കൊന്നുമില്ല. എന്റെ ഐസ് ഇതൊന്നും എടുത്ത് ആക്രിക്കാരന്മാർക്ക് കൊടുത്തളയല്ലേ എന്റെ ഓർമ്മക്കായിട്ട്. നല്ല മാവ് കൊണ്ടുവച്ച പടപടാ കത്തും. അളിയ
മാവിന്റെ മേളിൽ കയറാൻ പോവേണം. മുകളിലോട്ട് കയറാൻ പോവല്ലടാ. ഞാൻ എല്ലാം അറിഞ്ഞളിയാ. ഞാൻ പറഞ്ഞ പള്ളിയിൽ വിശ്വാസമായില്ലല്ലോ. എന്തായാലും വന്ന് നേരിടുക തന്നെ കളിയാ. ആരാ നേരിടാ? കാലന്നെ. ചുമ്മാ ആവശ്യമില്ലാത്ത പറയല്ലേ ബാലു. നീലു, മരണവും ആവശ്യമാണ്. ദാ ഈ ദഹിപ്പിക്കാൻ തൊണ്ട് കൊള്ളാമോ മാവ് കൊള്ളാമോ? പറയടാ. അത് ഞാനിപ്പം മാവ് തന്നെ കൊള്ളാം. തടിയുള്ളതുകൊണ്ട് പെട്ടെന്ന് കത്തിത്തീര്. കളി പറയല്ലേ ബാലു. മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു അതിരുണ്ട്. ആരാദ്യം പോന്നെന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോ ഞാനാണെങ്കിലോ? നീലു, അളിയും വിഷമമില്ലേ? ഇതുപോലെ തന്നെ അളിയും പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നണേ. അതെന്താ അളി മനസ്സിലാക്കാത്ത? പോവെന്നുള്ള ഉറപ്പ് തന്നെയല്ലേ? അവൻ ഉറപ്പായി ഇല്ലടാ. അങ്ങനെയൊന്നും പറയല്ലേ അളിയാ. നമുക്ക് വഴിയുണ്ടാക്കാം. ഇറങ്ങിക്കോളാം. അളിയ ചോദിച്ച് കഴിക്കാൻ വിളിക്കുന്നു. എന്താന്ന് അളിയ? എന്നെ ദഹിപ്പിക്കുമ്പോ ഇതെല്ലാം കൂടെ ഇട്ട് ദഹിപ്പിക്കണം. ഇതൊക്കെ ഇവിടെ കിടന്ന നീയൊക്കെ പിന്നെ എന്നെ ഓർക്കൂലേടാ. ഞാൻ ഈർപ്പം തട്ടാതെ സൂക്ഷിച്ചു വെക്കാം അളിയ. ആൻഡ്രാ, നീ വല്ല ആക്രിക്കാരുടെ അടുത്ത് കൊടുക്കും. ഇല്ല അളിയ, ഞാൻ പൊന്നുപോലെ നോക്കും അളിയ. വേണ്ട, നീ എന്റെ പിള്ളേരെ നോക്ക്, എന്റെ ഭാര്യ നോക്ക്. അളിയ, സാധനങ്ങള് ചോദിച്ച ആരെങ്കിലും വന്ന് എന്ത് ചെയ്യും? നീ എന്തെങ്കിലും പറയണേ. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പൊട്ടത്തരങ്ങൾക്കും മാപ്പ് ചോദിച്ചായിട്ട് പറ. ആ പടം മായ്ച്ചു കളഞ്ഞതാരളിയ? ജീവിതത്തിൽ ഇതേ മാഞ്ഞു പോവല്ലേടാ. പിന്നെ ഒരു ഫോട്ടോ എടുത്ത് മാഞ്ഞത്. ഇതെന്താ ഇങ്ങനെ? ഒന്നുമില്ല. ബാ ഭക്ഷണം കഴിക്കാം. ബാ. എനിക്കൊന്നും വേണ്ട. ഭക്ഷണം കഴിക്കും ബാലു. വെറുതെ എന്തിനാ ആരോഗ്യം കളയണേ? ആരോഗ്യം കളയാൻ എന്തിനൊന്ന്? പോവാണ് എന്റെ അടുത്ത്. ആരോഗ്യം കളയാൻ എന്തിനൊന്ന്? പറയല്ലേ അളിയ?